ടെക് ലോകത്തുനിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ പുതിയ മത്സരം സൃഷ്ടിക്കാൻ ഹുണ്ടായി ബജറ്റ് ഇലക്ട്രിക് SUV-യുമായി എത്താനൊരുങ്ങുന്നു. കുറഞ്ഞ വിലയിൽ പ്രീമിയം ഫീച്ചറുകളും മികച്ച റേഞ്ചും വാഗ്ദാനം ചെയ്യുന്ന ഈ മോഡൽ ടാറ്റയും മഹീന്ദ്രയും അടക്കമുള്ള എതിരാളികൾക്ക് ശക്തമായ വെല്ലുവിളിയാകുമെന്നാണ് സൂചന. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ലെവൽ 2 ADAS സാങ്കേതികവിദ്യ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്താനാണ് ഹ്യുണ്ടായിയുടെ പദ്ധതി. അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന നിരവധി ആധുനിക സുരക്ഷാ ഫീച്ചറുകൾ ഇതിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രീമിയം ഫീച്ചറുകളുടെ കാര്യത്തിലും പുതിയ ഇലക്ട്രിക് SUV ശ്രദ്ധേയമാകും. വലിപ്പമേറിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, വയർലെസ് ചാർജിംഗ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി തുടങ്ങിയ സംവിധാനങ്ങൾ വാഹനത്തിൽ ലഭ്യമാകും. കൂടാതെ വെന്റിലേറ്റഡ് സീറ്റുകളും സൺറൂഫും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഈ ബജറ്റ് ഇലക്ട്രിക് മോഡലിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. 42 kWh, 49 kWh എന്നീ 2 വ്യത്യസ്ത ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലായിരിക്കും വാഹനമെത്തുക. ഒറ്റ ചാർജിൽ ഏകദേശം 300 മുതൽ 400 കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് റേഞ്ച് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നഗരയാത്രകൾക്കും ദീർഘദൂര ഹൈവേ ഡ്രൈവിംഗിനും ഒരുപോലെ അനുയോജ്യമായ രീതിയിലാണ് ബാറ്ററി സാങ്കേതികവിദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. ആഗോള വിപണിയിൽ വിൽക്കുന്ന ഹ്യുണ്ടായി ഇൻസ്റ്റർ EV മോഡലിന്റെ ഡിസൈൻ ശൈലിയായിരിക്കും ഇന്ത്യയിലെ പുതിയ മോഡലിനും നൽകുക. നിലവിൽ HE1i എന്ന കോഡ് നാമത്തിലാണ് വാഹനം അറിയപ്പെടുന്നത്. 2026 അവസാനത്തോടെയോ 2027 തുടക്കത്തിലോ ഈ പുതിയ ഇലക്ട്രിക് SUV ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. എൻട്രി ലെവൽ വേരിയന്റിന് ഏകദേശം 12 ലക്ഷം മുതൽ 13 ലക്ഷം രൂപ വരെയായിരിക്കും വില പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വർണ്ണ നിറത്തിലുള്ള പ്രീമിയം ഡിസൈനുമായി ട്രംപ് മൊബൈൽ T1 ഫോൺ അമേരിക്കൻ വിപണിയിലെത്തി. നീണ്ട കാത്തിരിപ്പിനും പ്രതിഷേധങ്ങൾക്കും പിന്നാലെയാണ് ട്രംപ് ഓർഗനൈസേഷൻ പുതിയ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് കൈമാറി തുടങ്ങിയത്. അമേരിക്കൻ വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച് ട്രംപ് ഓർഗനൈസേഷൻ ആദ്യ സ്മാർട്ട് ഫോണായ ട്രംപ് മൊബൈൽ T1 ഫോൺ പുറത്തിറക്കുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് T1 ഫോൺ ഉപഭോക്താക്കൾക്കായി എത്തുന്നതെന്ന് കമ്പനി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. US-ൽ അസംബിൾ ചെയ്ത ഈ ഫോണിലെ പ്രധാന ഘടകങ്ങളും അമേരിക്കയിൽ തന്നെയാണ് നിർമ്മിച്ചതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 2025 ജൂണിൽ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, എറിക് ട്രംപ് എന്നിവർ ചേർന്നാണ് T1 ഫോൺ പ്രഖ്യാപിച്ചത്. സ്വർണ്ണ നിറത്തിലുള്ള പ്രീമിയം ഡിസൈനാണ് ഫോണിന്റെ പ്രധാന ആകർഷണം. മെയ്ഡ് ഇൻ ദ USA എന്ന മുദ്രാവാക്യത്തോടെയാണ് ആദ്യം ഫോൺ അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് ഇത് അമേരിക്കൻ വാല്യൂസ് ഇൻസ്പയർഡ് സ്മാർട്ട് ഫോൺ എന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തു. $499 T1 ഫോണിന്റെ പ്രഖ്യാപിത വില. $100 മുൻകൂർ തുക നൽകി ആയിരക്കണക്കിന് ആളുകൾ ഫോൺ ബുക്ക് ചെയ്തിരുന്നു. ആദ്യം 2025 ഓഗസ്റ്റിൽ ലോഞ്ച് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വിതരണം വൈകിയതോടെ ഉപഭോക്താക്കളുടെ പ്രതിഷേധവും ശക്തമായി. ഇപ്പോൾ ഈ ആഴ്ച മുതൽ ഫോണുകളുടെ വിതരണം ആരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ഫോണിനൊപ്പം പ്രത്യേക മൊബൈൽ സേവനവും ട്രംപ് മൊബൈൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രതിമാസം $47.45 നൽകി റീചാർജ് ചെയ്യാവുന്ന 47 പ്ലാൻ വഴി അൺലിമിറ്റഡ് കോളുകൾ, ഡാറ്റ, മെസ്സേജിംഗ്, ടെലിഹെൽത്ത് സേവനങ്ങൾ, റോഡ് സൈഡ് അസിസ്റ്റൻസ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സാപ്പ് ഉപയോക്താക്കളുടെ സ്വകാര്യത കൂടുതൽ ശക്തമാക്കുന്നതിനായി പുതിയ ഫീച്ചറിന്റെ പരീക്ഷണം ആരംഭിച്ചു. സന്ദേശം റിസീവർ വായിച്ചതിനു ശേഷം നിശ്ചിത സമയത്തിനകം സ്വയമേധ ഡിലീറ്റ് ചെയ്യുന്ന ആഫ്റ്റർ റീഡിംഗ് സംവിധാനമാണ് പുതിയ അപ്ഡേറ്റിന്റെ പ്രധാന പ്രത്യേകത. നിലവിലെ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഫീച്ചറിൽ സന്ദേശം അയച്ചതു മുതൽ കൗണ്ട് ഡൗൺ ആരംഭിക്കുമ്പോൾ പുതിയ സംവിധാനത്തിൽ സന്ദേശം തുറന്നതിന് ശേഷമായിരിക്കും സമയം കണക്കാക്കുക. ആഫ്റ്റർ റീഡിംഗ് എന്ന പേരിലാണ് പുതിയ ഓപ്ഷൻ ഡിസപ്പിയറിംഗ് മെസ്സേജ് സെറ്റിംഗ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സന്ദേശം വായിച്ചതിന് ശേഷം 5 മിനിറ്റ്, 1 മണിക്കൂർ, 12 മണിക്കൂർ എന്നീ സമയപരിധികളിൽ ഏതെങ്കിലും ഉപയോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനാകും. അതേസമയം റിസീവർ സന്ദേശം തുറക്കാത്ത പക്ഷം 24 മണിക്കൂറിന് ശേഷം അത് സ്വമേധയാ ഡിലീറ്റ് ചെയ്യപ്പെടും. വ്യക്തിഗത ചാറ്റുകൾക്കും പുതിയ എല്ലാ ചാറ്റുകൾക്കും ഈ സംവിധാനം പ്രാപ്തമാക്കാൻ സാധിക്കും എന്നാണ് റിപ്പോർട്ട്. നിലവിലെ ഡിസപ്പിയറിംഗ് മെസ്സേജ് സംവിധാനത്തിൽ 24 മണിക്കൂർ, 7 ദിവസം, 90 ദിവസം എന്നീ ഓപ്ഷനുകളാണ് ലഭ്യമാകുന്നത്. പുതിയ ആഫ്റ്റർ റീഡിംഗ് ഫീച്ചർ ഇതോടൊപ്പം പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും. ഈ സൗകര്യം സ്വമേധയാ പ്രവർത്തിക്കില്ലെന്നും ഉപയോക്താക്കൾ തന്നെ സജ്ജമാക്കേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വകാര്യതയും സുരക്ഷയും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നീക്കമായാണ് പുതിയ ഫീച്ചറിനെ വിലയിരുത്തുന്നത്. എല്ലാ ഉപയോക്താക്കൾക്കും ഈ അപ്ഡേറ്റ് എപ്പോൾ ലഭ്യമാകുമെന്ന് മെറ്റ പ്ലാറ്റ്ഫോം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിലും അടുത്ത ആഴ്ചകളിൽ കൂടുതൽ ബീറ്റ ഉപയോക്താക്കൾക്ക് ഇത് ലഭ്യമാകും എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.